തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് സിപിഐഎമ്മും സിപിഐയും LDFൽ സിപിഐഎമ്മും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച മാത്രമാണ് പൂർത്തിയാകാനുള്ളത്. എലത്തൂരിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള NCPയിലെ കലഹവും സീറ്റ് വിഭജനത്തിൽ RJDയിലെ ഒരു വിഭാഗത്തിന്റെ അതൃപ്തിയുമാണ് LDFലെ കല്ലുകടി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ CPIയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 4 മന്ത്രിമാരും സിറ്റിംഗ് മണ്ഡലങ്ങളിൽ വീണ്ടും മത്സരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വിവാദമുണ്ടായ നാട്ടികയിൽ ഗീതാ ഗോപി തന്നെ സ്ഥാനാർത്ഥി. ET ടൈസൺ പറവൂരിലേക്ക് മാറിയപ്പോൾ തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് കയ്പമംഗലത്ത് മത്സരിക്കും. 5 വനിതാ സ്ഥാനാർത്ഥികളും CPI പട്ടികയിലുണ്ട്. നാട്ടിക സഖാവ് ഗീതാ ഗോപി, കയ്പമംഗലം സഖാവ് KK വത്സരാജ്, കൊടുങ്ങല്ലൂർ സഖാവ് VR സുനിൽകുമാർ. തൊട്ടു പിന്നാലെ CPIഎമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 86 സീറ്റുകളിൽ മത്സരിക്കുന്ന CPIഎമ്മിന്റെ 56 MLAമാർ മത്സരിക്കും. മുഖ്യമന്ത്രിയും 10 മന്ത്രിമാരും മത്സരരംഗത്തുണ്ട്. 7 വനിതാ സ്ഥാനാർത്ഥികളാണ് പട്ടികയിലുള്ളത്. നിലമ്പൂരിൽ U ഷറഫലി ഉൾപ്പെടെ 6 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. പാലക്കാട് ഉൾപ്പെടെ 5 മണ്ഡലങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. കൊല്ലത്ത് M മുകേഷിന് പകരം S ജയമോഹൻ മത്സരിക്കും. പൊതു സ്വതന്ത്രർ ഉൾപ്പെടെ 86 സീറ്റുകളിലാണ് CPIഎം മത്സരിക്കുന്നത്. നിലവിലുള്ള 56 MLAമാർ ഇത്തവണ മത്സര രംഗത്തുണ്ട്. CPIഎം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒരാൾ മത്സരിക്കണം എന്നാണ് PB തീരുമാനിച്ചത്. PB അംഗവും മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി മുമ്പ് തന്നെ തീരുമാനിച്ചു. മുന്നണിയിലെ ആദ്യ 2 പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും LDFലെ മറ്റ് ഘടകകക്ഷികളുടെ പോര് അവസാനിച്ചിട്ടില്ല. 13 സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് എം. പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും. RJD പിളർത്താനാണ് ഒരു വിഭാഗത്തിന്റെ നീക്കം. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 6 സീറ്റ് വേണമെന്ന നിലപാടിൽ ഒരു വിഭാഗം ഉറച്ചുനിന്നു. ഇവരുടെ യോഗം അടുത്തയാഴ്ച ചേരും. എലത്തൂർ സീറ്റിന് ചൊല്ലി NCPയിൽ കലഹം തുടരുകയാണ്. തനിക്ക് മത്സരിക്കണമെന്ന നിലപാടിൽ മന്ത്രി AK ശശീന്ദ്രൻ ഉറച്ചു നിൽക്കുകയാണ്. കുട്ടനാട്ടിൽ തോമസ് K തോമസിനാണ് മുൻതൂക്കം. AK ശശീന്ദ്രന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും. ന്യൂസ് ഡെസ്ക് 24. എന്നാലും കടുത്ത പോരാട്ടത്തിന്റെ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയതിന്റെ ആത്മവിശ്വാസം LDFനുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. R ശ്രീത്ത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുകയാണ്. R ശ്രീത്ത്, തീയതി പ്രഖ്യാപനം വരുന്നു, അതിന് പിന്നാലെ തന്നെ CPIയും CPIഎമ്മും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ LDF ഒരു പടി മുന്നിലേക്ക് പോകുന്നു. ആത്മവിശ്വാസം ആ ക്യാമ്പിലാകെ കാണാൻ കഴിഞ്ഞ മണിക്കൂറിൽ അവർ റോഡ് ഷോ നടത്തുന്നു. അങ്ങനെ കൃത്യമായി കളം പിടിക്കാൻ LDF ശ്രമിക്കുകയാണ്. എന്താണ്, ഏത് രീതിയിലാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? അവരുടെ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് എന്താണ് പൊതുവിലുള്ള വിലയിരുത്തൽ? പ്രജിൻ, CPIഎമ്മും CPIയുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചതിന് മിനിറ്റുകൾക്ക് പിന്നാലെ തന്നെ ഇരു പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 86 സീറ്റുകളാണ് CPIഎം മത്സരിക്കുന്നത്. അതിൽ 75ഉം 6ഉം 81 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 5 സ്വതന്ത്രന്മാർ മത്സരിക്കുന്ന സീറ്റുകളിലാണ് ഇനി തീരുമാനമാകാനുള്ളത്. പാലക്കാട്, കൊടുവള്ളി, കൊണ്ടോട്ടി, തിരൂർ അടക്കമുള്ള സീറ്റുകളിലാണ് ഇനി സ്ഥാനാർത്ഥികളെ CPIഎം പ്രഖ്യാപിക്കാനുള്ളത്. CPIയുടെ 25 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPIഎമ്മിൽ നിന്ന്, പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് മത്സരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് KK ശൈലജയും KN ബാലഗോപാലും P രാജീവും മത്സരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ PA മുഹമ്മദ് റിയാസ്, TP രാമകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ആത്മവിശ്വാസം ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ LDFനുണ്ട്. എന്നാൽ മൂന്നാമതും തുടർ പഠനം ലക്ഷ്യമിട്ടിറങ്ങുമ്പോൾ ഭരണവിരുദ്ധ വികാരം അടക്കമുള്ള വിഷയങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള നിർണായകമായ രാഷ്ട്രീയ വിശ്വാസപരമായ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഈ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. എങ്കിൽ പോലും മൂന്നാം തുടർഭരണം ലക്ഷ്യമിട്ട് എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനവുമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാനാണ് തീരുമാനം. ഇനി കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും മുന്നണിക്കകത്തുണ്ട്. 13 സീറ്റ് ആവശ്യപ്പെടുന്ന കേരള കോൺഗ്രസ് എമ്മിന് 12 സീറ്റ് നൽകാൻ കഴിയുമെന്ന കാര്യം അല്പം മുമ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനവർ വഴങ്ങുമോ എന്നാണ് അറിയാനുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത CPIഎം നേതൃത്വം പ്രതീക്ഷിക്കുന്നില്ല. കോവളം സീറ്റിൻ്റെ കാര്യത്തിൽ ഇനി ISJDയുടെ സ്ഥാനാർത്ഥിയാരാണെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ നാളെയാണ് ഈ തൊണ്ടി മുതൽ തിരുമല കേസിൽ വിധി വരുന്നത്, സ്റ്റേ ഉണ്ടോ എന്ന കാര്യത്തിൽ വിധി വരുന്നത്. അതോടുകൂടി തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ ആര് മത്സരിക്കുമെന്ന കാര്യത്തിലും വ്യക്തതയാകും. എന്തായാലും LDF ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്തേക്ക് ഇറങ്ങുകയാണ്, പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്.
ശ്രീജിത്ത്, ഈ CPM-ന്റെ സംഘടനാ സംവിധാനം അത് നമുക്ക് അറിയാവുന്നതാണ്. ഇതിൽ അന്തിമമായി തീരുമാനങ്ങൾ എടുക്കുക, സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നടത്തുക, അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ്. ആ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നേരത്തെ ഉണ്ടാകണം. പക്ഷേ എങ്കിലും ഈ എൻ ഷംസീറൊപ്പം MM മണി ഇവരുടെയൊക്കെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇനി മാറുമോ എന്നതൊക്കെയുള്ള ചില അഭ്യൂഹങ്ങളും ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഇത്തവണ സീറ്റില്ല എന്ന കാര്യം വ്യക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ ഈ പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്വതന്ത്രരെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ പാർട്ടി സെക്രട്ടറി നൽകിയോ? പ്രജിൻ, തലശ്ശേരി മണ്ഡലത്തിൽ സ്പീക്കർ എൻ ഷംസീറിന് രണ്ടാമതും മത്സരിക്കാൻ അവസരമില്ല എന്നതാണ് ഈ പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഉടുമ്പൻചോലയിൽ വീണ്ടും മത്സരിക്കാൻ MM മണിക്കും അനുവാദം നൽകിയിട്ടില്ല. 2 ടേം പിന്നിട്ട MM മണിയെ ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തലശ്ശേരി മണ്ഡലത്തിൽ എൻ ഷംസീറും 2 ടേം പിന്നിട്ടിരിക്കുന്നു. വിജയസാധ്യത ഉറച്ച മണ്ഡലങ്ങളിലൊന്നും 2 ടേം പിന്നിട്ടവർക്ക് ഇളവ് നൽകേണ്ടതില്ല എന്നാണ് തീരുമാനം. അതുകൊണ്ടാണ് മട്ടന്നൂരിൽ നിന്ന് KK ശൈലജയെ മാറ്റിയത്. എന്നാൽ അവിടെ അവർക്ക് കുറച്ചുകൂടി മത്സരിച്ച് ജയിച്ചു വരാൻ കഴിയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് അവരെ പരീക്ഷണ സ്ഥാനാർത്ഥിയായി ഇറക്കിയിരിക്കുകയാണ്. എങ്കിലും ഷംസീറിന്റെ ഒഴിവാക്കൽ പാർട്ടിക്കകത്ത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം അവസരം കിട്ടിയപ്പോൾ സ്പീക്കർ എൻ ഷംസീറിന് മാത്രം അവസരം ലഭിച്ചില്ല. അത് ഇലക്ഷന് ശേഷം ഒരുപക്ഷെ CPM-നകത്ത് വലിയ തോതിൽ ചർച്ചയായി ഉരുണ്ടുകൂടാനുള്ള സാധ്യതകളുണ്ട്. MM മണിയെ ഒഴിവാക്കിയത് ആരോഗ്യ പ്രശ്നങ്ങളും പ്രായമൊക്കെ കണക്കിലെടുത്താണ് എന്നാണ് CPM നേതൃത്വം നൽകുന്ന വിശദീകരണം. പാലക്കാട് സീറ്റിലേക്ക് പൊതുസ്വതന്ത്രനെ പരിഗണിക്കുമ്പോൾ തന്നെ പലരെയും പാർട്ടി സമീപിച്ചു കഴിഞ്ഞു. ബിസിനസ് രംഗത്ത് അടക്കമുള്ളവരെ സമീപിച്ചു കഴിഞ്ഞു. അവരാരും മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് മുന്നോട്ട് വരാത്തതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിൽക്കുന്നത്. ഒടുവിൽ പാർട്ടി സ്ഥാനാർത്ഥിയിലേക്ക് ഇവിടെ എത്താനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. പ്രജിൻ, ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.